നെക്സ്റ്റ് ഈസ് റൂൾസ് ഓഫ് ബ്ലോക്ക് ഡയഗ്രം ആൾജിബ്ര. അതായത് നമ്മൾ ബ്ലോക്ക് ഡയഗ്രം റെഡ്യൂസ് ചെയ്യണമെങ്കിലുള്ള റൂൾസാണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കമ്പൈനിങ് ദ ബ്ലോക്സ് ഇൻ കാസ്കേഡ്. കാസ്കേഡ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ പറഞ്ഞാണ്, രണ്ട് ബ്ലോക്സ് G1 ആൻഡ് G2 കാസ്കേഡ് അല്ലെങ്കിൽ സീരീസ് കണക്ട് ചെയ്താൽ റെഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ട്രാൻസ്ഫർ ഫംഗ്ഷൻ G1 ഇൻറ്റു G2 ആയിരിക്കും. അപ്പം ബ്ലോക്സിനെ നമുക്ക് ഇങ്ങനെ റീഅറേഞ്ച് ചെയ്യാം. അടുത്ത നെക്സ്റ്റ് എന്ന് പറയുന്നത് കമ്പൈനിങ് പാരലൽ ബ്ലോക്സ്. രണ്ട് ബ്ലോക്സ് G1 ആൻഡ് G2 ആർ ഇൻ പാരലൽ ആകുമ്പം സമ്മർ എങ്ങനെ വരും എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അങ്ങനെ പാരലായിട്ട് വരുന്നൊരു ബ്ലോക്കിനെ നമുക്ക് റെഡ്യൂസ് ഒരു സിംഗിൾ ബ്ലോക്ക് ആക്കുമ്പം എന്തായിട്ട് മാറും? G1 പ്ലസ് G2 എന്നായിരിക്കും ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ദെൻ മൂവിങ് ദ ബ്രാഞ്ച് പോയിൻറ്റ് അഹെഡ് ഓഫ് ദ ബ്ലോക്ക്. ഇവിടെ നമുക്ക് ഒരു ബ്രാഞ്ച് പോയിൻ്റ് ഉണ്ട്. ബ്രാഞ്ച് പോയിൻ്റ് എന്ന് പറഞ്ഞ മീനിങ് എന്തായിരുന്നു? എ എന്ന് പറയുന്ന വാല്യൂ അടുത്തൊരു ബ്രാഞ്ചിനും കൂടെ വേണം. അങ്ങനെയാണ് നമ്മൾ ബ്രാഞ്ച് പോയിൻ്റ് എടുക്കുന്നത്. അപ്പം ഔട്ട്പുട്ടിൽ കിട്ടുന്ന A ഇൻറ്റു G ആയിരുന്നു. ഇനി ഈ ബ്രാഞ്ച് പോയിൻ്റ് ബ്ലോക്കിൻ്റെ റൈറ്റ് സൈഡിലോട്ട്, അതായത് ഫോർവേഡ് പാത്തിൽ വരികയാണെങ്കിൽ എങ്ങനെ വരും? ഇവിടെ നമുക്ക് ബ്രാഞ്ചിൽ വരേണ്ടത് A എന്ന് പറയുന്ന വാല്യൂ ആണ്, ഫോർവേഡ് പാത്തിൽ AG ആണ്. അപ്പം നമ്മൾ ഈ ബ്ലോക്കിന്, അതായത് ഈ ഒരു ബ്രാഞ്ചിങ് പോയിൻ്റ്, ഈ ഒരു പർട്ടിക്കുലർ പോയിൻറ്റിനെ, ടെക്ക് ഓഫ് പോയിൻറ്റിനെ ബ്ലോക്കിന് റൈറ്റ് സൈഡിലാണ് വരുന്നത് കണക്ട് ചെയ്യുകയാണെങ്കിൽ. ഫോർവേഡ് പാത്തിൽ കണക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഡിഫറൻസ് ആണ് പറയുന്നത്. ഇവിടെ എന്താ വ്യത്യാസം വരുന്നത്? ഇവിടെ നമുക്ക് A എന്ന് പറയുന്നത് ഡയറക്റ്റ് Gയിലോട്ട് കൊടുക്കുന്നുണ്ട്. ദെൻ Gയുടെ റൈറ്റ് സൈഡിൽ ഫോർവേഡ് പാത്തിൽ നമ്മൾ ബ്രാഞ്ചിങ് വെക്കുമ്പോൾ നമ്മളവിടെ ജസ്റ്റ് ബ്രാഞ്ച് മാത്രം എടുത്താൽ എന്ത് വരും? A ഇൻറ്റു G ആയിരിക്കും ഇതിൻ്റെ ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. അപ്പം നമ്മളവിടെ ഒരു ബ്രാഞ്ച് പോയിൻ്റ് വെച്ചാൽ എന്ത് സംഭവിക്കും? നമുക്ക് കിട്ടുന്നത് എന്താ? A ഇൻറ്റു G തന്നെ ആയിരിക്കുമല്ലോ. അപ്പം എവിടെയാണോ ബ്രാഞ്ച് എടുക്കുന്നത് ആ പർട്ടിക്കുലർ ലൈനിലെ വാല്യൂ ആണ് നമുക്ക് ബ്രാഞ്ചിലും കിട്ടുന്നത്. അപ്പം A ഇൻറ്റു G ആണ് അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്നത്. സോ A ഇൻറ്റു G ആയിരിക്കും ഇവിടെ ബ്രാഞ്ച് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ഏതാ വേണ്ടേ? A ആണല്ലോ ബ്രാഞ്ച് പോയിൻറ്റിൽ വേണ്ടത്. ഫോർവേഡ് പാത്തിൽ AG തന്നെ, പക്ഷെ ബ്രാഞ്ചിൽ നമുക്ക് A ആണ് വേണ്ടത്. സോ 1/G എന്ന് പറയുന്ന ഒരു ഗെയിൻ കൊണ്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. സോ AG ഇൻറ്റു 1/G ഈസ് A. സോ അങ്ങനെ നമ്മൾ റൈറ്റ് സൈഡിലോട്ട് ആ ബ്രാഞ്ച് പോയിൻറ്റിനെ ഷിഫ്റ്റ് ചെയ്താൽ 1/G എന്ന് പറയുന്ന, അതായത് G ഗെയിനുള്ളൊരു സിസ്റ്റത്തിൻ്റെ റൈറ്റ് സൈഡിൽ മാറ്റിയാൽ 1/G കൊണ്ട് നമ്മളതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. നെക്സ്റ്റ് എന്ന് പറയുന്നത് മൂവിങ് ദ ബ്രാഞ്ച് പോയിൻറ്റ് ബിഫോർ ദ ബ്ലോക്ക്. ഇവിടെ നമ്മൾ ബ്ലോക്കിന് മുന്നിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യണം. ഇവിടെ നമുക്ക് ബ്രാഞ്ച് പോയിൻ്റ് ഉണ്ട്. ബ്രാഞ്ച് പോയിൻ്റ് ഇവിടെ A ഇൻറ്റു G ആയിരുന്നു. അപ്പോൾ A ഇൻറ്റു G ആണ് ബ്രാഞ്ചിലെല്ലാം വരുന്നത്. പക്ഷേ ബിഫോർ ദ ബ്ലോക്കിന് മുന്നേ നമ്മൾ ഈ ബ്രാഞ്ച് പോയിൻറ്റിനെ ആക്കുമ്പോൾ ഇവിടെ എന്ത് സംഭവിക്കണ്ടോ? ഇതാണ് നമ്മുടെ ബ്ലോക്ക് Gക്ക് മുന്നേ ആണ് നമ്മൾ ബ്രാഞ്ച് പോയിൻ്റ് A എടുക്കുന്നത്. അപ്പോൾ എന്താണ് അവിടെ വരുന്ന വാല്യൂ? എന്താ? നമുക്ക് ബ്രാഞ്ച് പോയിൻറ്റിൽ വരുന്നത് A മാത്രമേ ബ്രാഞ്ച് ചെയ്യത്തുള്ളൂ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ബ്രാഞ്ച് ചെയ്യുന്നത് A ആയിരിക്കും. പക്ഷെ നമുക്ക് ബ്രാഞ്ചിലും ഫോർവേഡ് പാത്തിലും AG എന്ന് പറയുന്ന ഗെയിനാണ് വേണ്ടത്. നോക്കിക്കേ, ഇവിടെ രണ്ട് ബ്രാഞ്ചിലും AG ആണ് വേണ്ടത്. അപ്പം നമുക്കിവിടെ AG കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു G കൊണ്ട് എക്സ്ട്രാ മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. ക്ലിയർ ആയോ? അപ്പം നമുക്ക് മൂവിങ് ദ ബ്രാഞ്ച് പോയിൻറ്റ് ബിഫോർ ദ ബ്ലോക്ക്, ഈ ബ്ലോക്കിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ഇവിടെ ബ്രാഞ്ച് വരേണ്ടതെങ്കിൽ നമുക്ക് G എന്ന് പറയുന്നൊരു ഗെയിൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. ഇനി അടുത്തതെന്ന് മൂവിങ് ദ സമ്മിങ് പോയിൻ്റ് ഹെഡ് ഓഫ് ദ ബ്ലോക്ക്. അതായത് ഇവിടെ ലെഫ്റ്റ് സൈഡിലിരിക്കുന്ന സമ്മിങ് പോയിൻറ്റിനെ നമുക്ക് റൈറ്റ് പാർട്ടിലോട്ട്, ഇവിടെ ഈ സൈഡിലോട്ട് കൊണ്ടുവരണം, ബ്ലോക്കിൻ്റെ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുവരണം. അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും നമുക്ക്? ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ നമുക്ക് A, B എന്ന് പറയുന്ന രണ്ട് ഇൻപുട്ട്സ് ഉണ്ട്. അപ്പോൾ സമ്മിങ് പോയിൻറ്റിൻ്റെ ഔട്ട്പുട്ട് ഈസ് A പ്ലസ് B നമ്മൾ പറഞ്ഞു. ദെൻ A പ്ലസ് B ഇൻറ്റു ഗെയിനാണ് നമ്മുടെ ഔട്ട്പുട്ട്. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമുക്ക് കൊടുക്കാനുള്ള ഇൻപുട്ട്സ് Aയും Bയും ആണ്. നമ്മുടെ കയ്യിൽ കിട്ടേണ്ട ഔട്ട്പുട്ട് A പ്ലസ് B ഇൻറ്റു G ആണ്. ഈ സമ്മിങ് പോയിൻറ്റിനെ നമ്മൾ റൈറ്റ് സൈഡിലോട്ട് മാറ്റുകയും ചെയ്യുവാണ്. അങ്ങനെ മാറ്റുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. നമ്മൾ രണ്ട് ഇൻപുട്ട്സ് കൊടുക്കുന്നു, A ആൻഡ് B തന്നെ. അപ്പം നമ്മൾ ഈ സമ്മിങ് പോയിൻറ്റിനെ റൈറ്റ് സൈഡിൽ കൊണ്ടുവരിക. അപ്പം G ആണ് ആദ്യം വരുന്നത്, Gയുടെ ബ്ലോക്കാണ് ആദ്യം വരുന്നത്. റൈറ്റ് സൈഡിലോട്ടാണ് സമ്മിങ് പോയിൻറ്റിനെ കൊണ്ടുവരുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? എന്ത് മാറ്റാണ് വരുന്നത്? ഓരോന്നിനെയും G കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. ദാറ്റ് ഈസ് AG. നമുക്ക് ഔട്ട്പുട്ട് കിട്ടേണ്ടത് എന്താ? A പ്ലസ് B ഇൻറ്റു G കിട്ടണം. അപ്പോൾ എന്താ? A ഇൻറ്റു G ചെയ്യണം, B ഇൻറ്റു G ചെയ്യണം, ദെൻ രണ്ടും കൂടെ സം ചെയ്യണം. ദാറ്റ് ഈസ് A പ്ലസ് B ഇൻറ്റു G ഫൈനലി കിട്ടും. ദെൻ മൂവിങ് ദ സമ്മിങ് പോയിൻറ്റ് ബിഫോർ ദ ബ്ലോക്ക്. അപ്പോൾ റൈറ്റ് സൈഡിലിരിക്കുന്ന സമ്മിങ് പോയിൻറ്റിന് ബ്ലോക്കിന് മുന്നേ വെക്കണം.
ബ്ലോക്കിന് മുന്നേ കൊണ്ടുവരുമ്പം ഇവിടെ സെയിം അതേ കാര്യം നിങ്ങൾ ആലോചിച്ചാൽ മതി. നമുക്ക് കിട്ടേണ്ട ഔട്ട്പുട്ട് നമ്മുടെ സിസ്റ്റം എങ്ങനെയാണ്, എ ഇൻറ്റു ജി പ്ലസ് ഈ വരുന്ന ബി ആണ്. എ ഇൻറ്റു ജി പ്ലസ് ബി ആണ് ഇവിടുത്തെ ഔട്ട്പുട്ട്. സോ നമുക്ക് അതേ ഔട്ട്പുട്ട് തന്നെ കിട്ടണം, പക്ഷേ നമ്മുടെ സമ്മിങ് പോയിൻറ്റ് ലെഫ്റ്റ് സൈഡിലോട്ട് വരുവാൻ വേണം. അപ്പോൾ എന്ത് ചെയ്യും, ഈ സമ്മിങ് പോയിൻറ്റിനെ എന്ത് ചെയ്യേണ്ടി വരും, ഈ സമ്മിങ് പോയിൻറ്റിനെ നമ്മളാണ്ട് ലെഫ്റ്റ് സൈഡ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ കൊണ്ടുവരുമ്പം നമുക്ക് ഔട്ട്പുട്ട് എ ജി പ്ലസ് ബി തന്നെ കിട്ടുകയും വേണം. അപ്പോൾ എന്ത് ചെയ്യും, സമ്മിങ് പോയിൻറ്റ് ലെഫ്റ്റ് സൈഡിൽ വന്നു. അപ്പം എ ഡയറക്റ്റ് തന്നെ കൊടുത്തു. നമുക്ക് ബി എ ഒരു 1/g കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, b/g കിട്ടും. അപ്പം a പ്ലസ് b/g ആണ് ഇവിടെ സമ്മറിൻ്റെ ഔട്ട്. ഈ സമ്മറിൻ്റെ ഔട്ട് ഗെയിനിനകത്ത് കയറുമ്പം എ ജി പ്ലസ് ബി എന്ന് കിട്ടും. ഇത് പഠിച്ചു വയ്ക്കണം. ദെൻ ഇൻ്റർചേഞ്ചിങ് ദ സമ്മിങ് പോയിൻ്റ്, അതായത് ഈ ലെഫ്റ്റ് സൈഡിലുള്ള രണ്ട് സമ്മിങ് പോയിൻറ്റ്സ് ഇങ്ങനെ കാസ്കേഡ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഇൻ്റർചേഞ്ച് ചെയ്യാമെന്നാണ് നോക്കുന്നത്. ഇവിടെ ഒന്നുമില്ല, നമുക്ക് നോക്കാം. ഇവിടെ എ ആൻഡ് ബി ആണ് ഇൻപുട്ട്സ്, എ പ്ലസ് ബി ആണ് കിട്ടുന്നത്. ദെൻ ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് അല്ലെങ്കിൽ നെഗറ്റീവ് സിഗ്നൽ എ പ്ലസ് ബി മൈനസ് സി ആണ് ഔട്ട് കിട്ടേണ്ടത്. അപ്പോൾ ഈ സമ്മിങ് പോയിൻറ്റിനെ നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. ലെഫ്റ്റ് സൈഡിലോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എന്താ വരും, ഇവിടെ സി എന്ന് പറയുന്നത് സമ്മിങ് പോയിൻറ്റ് മാറുന്നു. അപ്പം എന്താ, ഇവിടെ നെഗറ്റീവ് സമ്മിങ് ഉള്ള ഒരു സമ്മിങ് പോയിൻ്റ് ആയിരുന്നു. സോ അതിനെ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവന്നു. അപ്പോൾ അതിൻ്റെ ഇൻപുട്ട്സ് സി എന്ന് പറയുന്ന ഇൻപുട്ട് കൊടുക്കുന്നു. ദെൻ എ കൊടുത്തു. അപ്പം എ മൈനസ് സി ആയിരിക്കും ഇവിടെ കിട്ടുക. എ മൈനസ് സിയും ഈ സമ്മിങ് പോയിൻറ്റ് റൈറ്റ് സൈഡിലോട്ട് വന്നു. സോ ബി എന്ന് പറയുന്ന ഇൻപുട്ടാണ് അതിനകത്തുള്ളത്. സോ എ മൈനസ് സി പ്ലസ് ബി ചെയ്യുക, എ പ്ലസ് ബി മൈനസ് സി കിട്ടും. ദെൻ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സ്പ്ലിറ്റിംഗ് ദ സമ്മിങ് പോയിൻറ്റ്. സമ്മിങ് പോയിൻറ്റിനെ സ്പ്ലിറ്റ് ചെയ്യണം. സമ്മിങ് പോയിൻറ്റിനെ സ്പ്ലിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, ഒരു 3 ഇൻപുട്ട് സമ്മിങ് പോയിൻറ്റിനെ 2 സമ്മിങ് പോയിൻറ്റ്സ് ആക്കുന്നു. നമുക്കങ്ങനെ സോൾവ് ചെയ്യേണ്ട ആവശ്യം വരും. പാരലാക്കുകയോ ഫീഡ്ബാക്ക് ചെയ്യുകയോ ഒക്കെ ചെയ്യേണ്ട സാഹചര്യത്തിൽ നമുക്ക് അങ്ങനെ ചെയ്യേണ്ടി വരും. സോ നമ്മളിതിനെ സ്പ്ലിറ്റ് ചെയ്യുന്നു, 2 സമ്മിങ് പോയിൻറ്റ്സ് ആക്കുന്നു. ഒന്നുമില്ല, 2 ഇൻപുട്ടുള്ള സമ്മിങ് പോയിൻ്റ് ആക്കുന്നു എ പ്ലസ് ബി. ദെൻ മൈനസ് എന്ന് പറയുന്ന ഇൻപുട്ട് അടുത്ത സമ്മിങ് പോയിൻറ്റിൽ കൊടുക്കുന്നു, എ പ്ലസ് ബി മൈനസ് സി. ദെൻ കമ്പൈനിങ് ദ സമ്മിങ് പോയിൻറ്റ്സ്. ഇതുപോലെ നമ്മൾ നേരത്തെ സമ്മിങ് പോയിൻറ്റിനെ സ്പ്ലിറ്റ് ചെയ്തല്ലോ, അതുപോലെ തന്നെ കമ്പൈൻ ചെയ്യുന്നു. 2 ഇൻപുട്ട്സ് ഉള്ള സമ്മിങ് പോയിൻറ്റ്സിന് 3 ഇൻപുട്ട് സമ്മിങ് പോയിൻ്റ് ആക്കുന്നു. ഒന്നുമില്ല, എ ബി എ പ്ലസ് ബി കിട്ടും. ദെൻ സി, എ പ്ലസ് ബി മൈനസ് സി എന്ന് പറയുന്നത് ഒരുമിച്ച് ഒരു സമ്മറിൽ കൊടുക്കുന്നു. ദെൻ എലിമിനേഷൻ ഓഫ് നെഗറ്റീവ് ഫീഡ്ബാക്ക്. എലിമിനേഷൻ ഓഫ് നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞു കഴിയുമ്പം ഇവിടെ നമുക്ക് ഓൾറെഡി അറിയാം, നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് അതിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ GS/1+GS/HS ആണെന്ന് നമുക്കറിയാം. അല്ലെങ്കിൽ നിങ്ങൾ നോക്കുക, അറിയാത്തവർ, ഇവിടെ ഇൻപുട്ടിൽ വരുന്നത് ആറാണ്, R(s) നമ്മൾ വിളിക്കുന്നത്, ഔട്ട്പുട്ട് C(s). ദെൻ ഈ സിസ്റ്റത്തിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ G(s) ആണ്, ഫീഡ്ബാക്ക് പാത്ത് എന്ന് പറയുന്നത് H(s) ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു നെഗറ്റീവ് ഫീഡ്ബാക്കാണ്, മൈനസ് കൊടുത്തിട്ടുണ്ട്. സോ നെഗറ്റീവ് ഫീഡ്ബാക്കാണ്. അപ്പോൾ നമുക്ക് അറിയാം ഇവിടെ വരുന്നത് ഇത് ദിസ് ഈസ് ആൻ എറർ സിഗ്നൽ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് ആർ സമ്മറിൻ്റെ ഔട്ട് എന്തായിരിക്കും, ഇൻപുട്ട്സ് ആറും CH ആണ്. അപ്പോൾ R - CH ആണ് ഈ സമ്മറിൻ്റെ ഔട്ട്. അതാണ് ഏത് സിസ്റ്റത്തിലോട്ട് വരുന്നത്, അതായത് ജിയിലോട്ട് വരുന്നത്. സോ G × R - CH ആയിരിക്കും ഇവിടെ കിട്ടുക. സോ ആ സിഗ്നലാണ്, അതായത് G × R - CH എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഔട്ട്പുട്ട്. ദെൻ ഔട്ട്പുട്ട് വീണ്ടും ഫീഡ്ബാക്ക് ചെയ്യുന്നു. H എന്ന് പറയുന്ന ഫീഡ്ബാക്ക് എലമെൻറ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മളിവിടെ ഇതിനെ എന്ത് ചെയ്യുന്നു, നമുക്ക് വേണ്ടുന്നത് ഔട്ട്പുട്ട് ബൈ ഇൻപുട്ടാണ്. C(s/R(s) ആണ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ. സോ C(s) എന്ന് പറയുന്നത് ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുണ്ട്, R - CH × G ആണ്. സോ R - CH × G ആണ് C(s). ദെൻ R(s) എന്ന് പറയുന്നത് C(s/R(s) ആണ് നമുക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷൻ. സോ അതിനകത്തുനിന്ന് സിയും ആറും തമ്മിലുള്ള റിലേഷൻ കിട്ടും. 2 ഇക്വേഷൻസ് സോൾവ് ചെയ്യുക. C/R എന്നുള്ള ഇക്വേഷൻ കിട്ടും. ദാറ്റ് ഈസ് GS/1+GS/HS. ഇത് നമുക്ക് എപ്പോഴും പഠിച്ചു വയ്ക്കേണ്ടതാണ്. ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് സിസ്റ്റത്തിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് GS/1+GS × HFS ആണ്. ദെൻ അപ്പം നമുക്ക് ആ ഒരു ഗെയിൻ മൾട്ടിപ്ലൈ ചെയ്തെടുക്കുക, അതൊരു പർട്ടിക്കുലർ ബ്ലോക്കാക്കി മാറ്റാം. അപ്പോൾ ഇത്രയും വലിയൊരു സിസ്റ്റത്തിന് നമുക്ക് ഇതുപോലെ ഒരു സിമ്പിൾ ബ്ലോക്ക് ഡയഗ്രത്തിൽ കാണിക്കാം. അതുപോലെ പോസിറ്റീവ് ഫീഡ്ബാക്കിന് നമുക്ക് എന്ത് വ്യത്യാസമേ വരത്തുള്ളൂ, GS/1 - GS/HS വരുള്ളൂ. ഇവിടെ പോസിറ്റീവാണ് ഫീഡ്ബാക്ക്.